എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു പെൻസിൽ ഷെയ്ഡ്. നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും ഇത് ഏതാ സ്ഥലം എന്നല്ലേ. ഇത് ഞാൻ താമസിക്കുന്ന വില്ലയുടെ ബാൽക്കണിയാണ്. ഇത് അബുദാബിയിലെ അൽഫല പ്ലാസയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും എങ്ങനെ പെൻസിൽ ഷാർപ്പൻ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ആ പെൻസിൽ ഷാർപ്പൻ ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും നിങ്ങൾക്കറിയണ്ടേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹൗ ടു ഹോൾഡ് യുവർ പെൻസിൽ ആൻഡ് കൺട്രോൾ യുവർ പെൻസിൽ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് രണ്ട് തരത്തിൽ പെൻസിൽ പിടിക്കാം. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഗ്രിപ്പാണ്. ഓക്കെ, റൈറ്റിംഗ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റൈറ്റിംഗ് ഗ്രിപ്പ് അല്ലെങ്കിൽ ട്രൈപോഡ് ഗ്രിപ്പ്. ഓക്കെ, അത് നമ്മൾ നോർമലി എഴുതാൻ വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മെയിൻലി 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഈ തം ഫിംഗർ, പോയിൻറ്റിംഗ് ഫിംഗർ, അതേപോലെ മിഡിൽ ഫിംഗർ. ഓക്കെ, ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അധികം പ്രഷർ കൊടുക്കാതെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് റൈറ്റിംഗ് ഗ്രിപ്പ് അല്ലെങ്കിൽ ട്രൈപോഡ് ഗ്രിപ്പ്. ഇത് നോർമലി നമുക്ക് ചെറിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ലൈൻസ് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈറ്റിംഗ് ഗ്രിപ്പ് അല്ലെങ്കിൽ ട്രൈപോഡ് ഗ്രിപ്പ് യൂസ് ചെയ്യണത്. ഇതുകൊണ്ട് നമുക്ക് വളരെ വലിയ ലൈൻസ് ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ സർക്കിൾസ് ആണെങ്കിലും ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് കണ്ടോ, മാക്സിമം ഈ ഒരു ലൈനിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയിൽ ലൈനിൽ അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ പെൻസിലിൻ്റെ സൈഡ് കൊണ്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കാനും പറ്റില്ല. കണ്ടോ, ഇവിടെ മുട്ടില്ല. ഇത് മെയിൻലി ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പോൾ കണ്ണ്, അതേപോലെ മുടി, അതേപോലെ ചുണ്ട്, അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു ഗ്രിപ്പ് യൂസ് ചെയ്യണത്. പിന്നെ ഈ ഗ്രിപ്പ് യൂസ് ചെയ്യണത് നമ്മൾ നോർമലി ഈ റിസ്റ്റും അതേപോലെ ഈ 3 ഫിംഗേഴ്സ് കൊണ്ടാണ്. മെയിൻലി ഈ റിസ്റ്റ് മൂവ്മെൻ്റ് ആണ് മെയിൻ ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അടുത്ത ഗ്രിപ്പ് എന്ന് പറയുന്നത് ഓവർ ഹാൻഡ് ഗ്രിപ്പാണ്. ഓവർ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പെൻസിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. ഇതിൽ എല്ലാ ഫിംഗേഴ്സ് വിത്ത് തമ്പ്. ഓക്കെ, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, റൈറ്റിംഗ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും ഈ 3 ഫിംഗേഴ്സ് കൊണ്ടും, അതേപോലെ ഓവർ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ വിരലുകൊണ്ടും ഉപയോഗിക്കണം. ഓക്കെ, ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്യാൻവാസിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്ലാൻഡിങ് പൊസിഷനിലാണെങ്കിൽ നമ്മൾക്ക് പെൻസിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ഓവർ ഹാൻഡ് ഗ്രിപ്പ് കൊണ്ട്. ഓക്കെ, പിന്നെ പെൻസിലിൻ്റെ സൈഡ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് ഈ പെൻസിലിൻ്റെ സൈഡ് കൊണ്ട് ഏത് സ്ട്രോക്സും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ലൈറ്റ് വളരെ തിക്കായിട്ടുള്ള സ്ട്രോക്സ് ആണ്, പിന്നെ തിൻ. ഓക്കെ, പിന്നെ കണ്ടില്ലേ, കണ്ടോ, കണ്ടോ. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ട്രോക്സും നമ്മൾക്ക് ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷെയ്ഡിങ്ങിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, പെൻസിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ടോ, കണ്ടോ, നമ്മൾക്ക് ഏത് പ്രഷർ ലൈറ്റ് നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്ത് ലൈറ്റായിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ ഓവർ ഹാൻഡ് ഗ്രിപ്പിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള സ്ട്രോക്സും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഫിഗർ ഡ്രോയിങ് ആണെങ്കിലും നമുക്ക് വളരെ റഫ് ഡ്രോയിങ്, ഇപ്പോൾ പെട്ടെന്നൊരു പടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പെൻസിൽ കൺട്രോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് കുറച്ച് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബോക്സ് വരച്ചുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ പെൻസിൽ കണ്ടോ, ഈ പെൻസിലിൻ്റെ സൈഡ് കൊണ്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, ഓക്കെ, കണ്ടോ.
പിന്നെ ഓവർ ഹാൻഡ് ഗ്രിപ്പ് കൊണ്ട് നമുക്കിപ്പോൾ ലൈൻസ് ആണെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ ലൈൻസ്, ഓക്കെ, അതുപോലെ ഈ ഓവൽ ഷേപ്പ് ആണെങ്കിലും ഇപ്പോൾ സർക്കിൾ ആണെങ്കിലും ഇപ്പോൾ ഏത് തരത്തിലുള്ള ഷേപ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ നല്ല എക്സസൈസാണ് ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ് കൊണ്ട് പല സ്ട്രോക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ പല സ്ട്രോക്സ്. അതുപോലെ ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ് പെൻസിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് തിക്ക് സ്ട്രോക്സ് കിട്ടും. ഓക്കെ, അതുപോലെ ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരച്ചപ്പോൾ തിക്ക് സ്ട്രോക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിൻ ലൈൻ കിട്ടണമെങ്കിൽ കണ്ടില്ലേ, നമ്മൾ വെർട്ടിക്കലായിട്ട് ജസ്റ്റ് അടിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് സെയിം ഗ്രിപ്പ് കൊണ്ട് തന്നെയാണ് 2 സ്ട്രോക്സ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ പിന്നൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് 2 ഡോട്ട് ഇട്ടിട്ട്, ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നോട്ട് കണ്ടോ ഇവിടെ മുട്ടിക്കാം. ഓക്കെ, അതേപോലെ പിന്നെ 8, ഇത് നല്ലൊരു എക്സസൈസാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 8 വരച്ചുകൊണ്ട് ഇതിന് മേലെ കൂടെ ഇങ്ങനെ വരയ്ക്കാം. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഡ്രോയിങ്ങിന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ്. അതേപോലെ ഈ ലൈൻസ്, അതേപോലെ ഈ ഓവൽ ഷേപ്പ് ഇതേപോലെ, അതേപോലെ ഇങ്ങനെ. ഇതിൽ തന്നെ നമുക്കത് കണ്ടില്ലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഓവർ ഹാൻഡ് ഗ്രിപ്പ്, അതേപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റിംഗ് ഗ്രിപ്പ് അല്ലെങ്കിൽ ട്രൈപോഡ് ഗ്രിപ്പ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ ഈ 2 സ്ട്രോക്കിലും? ഇത് വളരെ തിക്കായിട്ടും അതേപോലെ തിന്നായിട്ടുള്ള ലൈൻസ് ചെയ്യാൻ പറ്റും. ഇതിലാവുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ലൈൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക്